പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ 2025 ജാനുവരി മാസം 26 നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ആ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിന് കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന്, അതിശയത്തോടെ നടത്തുന്നതിന് സ്തോത്രം, 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ കൈ അങ്ങ് ഉയർത്തിപ്പിടിക്കണം. കാരണം നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, ദൈവകൃപയാണ്. അതാ ഈ കൈ ഉയർത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു രസത്തിന് വേണ്ടി കൈ ഉയർത്തുന്നതല്ല. അതുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും എവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചാലും സ്തോത്രം പറഞ്ഞാലും നിങ്ങളുടെ കൈ അങ്ങ് ഉയർത്തിയേക്കണം. കർത്താവേ, ഞാനല്ല, അങ്ങയുടെ കൃപയാ കർത്താവേ. അതാ കൈ ഉയർത്തുന്നതിൻ്റെ ലക്ഷണം കേട്ടോ. അതുകൊണ്ട് കരം ഉയർത്തി ഒന്നുകൂടെ പറ, അപ്പാ നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ഇതുവരെ കൊണ്ടുവന്നതിന് സ്തോത്രം, ഇതുവരെ നടത്തിയതിന് സ്തോത്രം. ഇനിയും പുലർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവിക വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 136 സങ്കീർത്തനം പറയുന്നു, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അവൻ എല്ലാവരും പറഞ്ഞേ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാമത്തെ വാക്യം പറയുന്നു, ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പൻ്റെ അടുത്ത് വരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അപ്പ അനുഗ്രഹിക്കണം. ലോകവ്യാപകമായി കർത്താവേ, ഇന്ന് എവിടെയൊക്കെ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നു അവിടെ എല്ലാം ദൈവപ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. വയറിനകത്ത് വീർത്ത് കമ്പിച്ചിരിക്കുന്ന, വയർ ഗ്യാസിനാൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബാക്ക് പെയിനുകളും അസ്ഥി സംബന്ധമായ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. പരിപൂർണ്ണ സൗഖ്യം കൊടുക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അവൻ കരളിനകത്ത് രോഗം വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ. ആമേൻ. വാഹനവുമായിട്ടുള്ള ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, വാഹനമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഹനത്തിനുള്ളൊരു വഴി കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. വാഹനത്തോടുള്ള ബന്ധത്തിൽ നിയമപരമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ലീഗലി വാഹനവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ. അതിനകത്തുനിന്ന് അവർ പുറത്തു വരുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ചില അവകാശങ്ങളുടെ മുകളിൽ നിൽക്കുന്ന വാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചില അവകാശങ്ങൾ യേശുവിൻ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ ഞങ്ങളായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രാജ്യത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദേശത്ത് പകരപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് സഭായോഗം നടക്കുന്നല്ലോ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. ലോകവ്യാപകമായ ഒരു റിവൈവലിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരുന്നതിനെ നന്ദി പറയുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം
9:30 രാത്രി 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട് 27-ാം തീയതി. പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി നിങ്ങളതിൽ പങ്കെടുക്കണം. അതുകൂടാതെ ആമേൻ കർത്താവ് അനുവദിച്ചാൽ 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ നമുക്ക് സ്പെഷ്യൽ പ്രയറുണ്ട്. പ്രാർത്ഥിക്കണം, അതിലെല്ലാവരും പങ്കെടുക്കണം. ഉപവാസ പ്രാർത്ഥന 2-ാം തീയതി മുതൽ, 1-ാം തീയതി സ്തോത്ര പ്രാർത്ഥനയും 2, 3, 4 ദിവസങ്ങളിൽ 2, 3, 4 ദിവസങ്ങളിൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുമാണ്. പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദൈവമക്കളും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കർത്താവ് അതിനുള്ള കൃപ എല്ലാവർക്കും തരട്ടെ. നമ്മൾ ഇന്നലെ കേട്ടത് പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് വീണ്ടും അതിൻ്റെ ഒരു അടുത്ത ഭാഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടത്. അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ കേട്ടു, പിശാച് പല രീതിയിൽ നമ്മളെ തന്ത്രങ്ങൾ മെനയും. എന്തിനാണ്? നമ്മളെ നിരാശപ്പെടുത്തി കളയുവാൻ, നമ്മളെ ഇനാക്റ്റീവാക്കി കളയുവാൻ, പ്രയോജനരഹിതമാക്കി കളയുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കും. ഇന്ന് വേറെ ഒരു തന്ത്രം കൂടെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഈ ശത്രുവിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മുടെ പോയകാല ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ, നമ്മുടെ പോയകാല ജീവിതത്തിൽ വന്ന പാപങ്ങളെ ഒക്കെ നമ്മളെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കൊണ്ടൊന്ന് ഓർപ്പിക്കുക. എന്നിട്ട് അത് വെച്ച് നമ്മളെ ടോർച്ചർ ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. അതായത് നമ്മളെ ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിക്കത്തില്ല, കാരണം നീ ഇങ്ങനെയൊക്കെ ജീവിച്ചവനല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ജീവിച്ചവളല്ലേ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറവുകൾ ഉണ്ടായിരുന്നല്ലോ, നിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടില്ലേ, അതുകൊണ്ട് നിനക്ക് ജീവിക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കത്തില്ല, അല്ലെങ്കിൽ നിനക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു അനുഭവമാണ്. അത് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ദൈവവചനം കൊണ്ട് ജയിക്കണം. എപ്പോഴും പോയകാല ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു കാണാം, ഷോർട്ട് കമ്മിങ്സ്, അല്ലെങ്കിൽ പാപങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ ആഴമായ അറിവുള്ളവരായിരിക്കും. വേദപുസ്തകം പറയുന്നു, അവൻ മീഖായുടെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നു, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കുകയും നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയുകയും അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആ നിമിഷത്തിൽ നമ്മുടെ പാപങ്ങളെ കർത്താവ് എന്നേക്കുമായി നമ്മളിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞു, ഒരിക്കലും പൊങ്ങി വരാതെ വന്നു. അതായത് കർത്താവിൻ്റെ പുസ്തകത്തിൽ, കർത്താവിൻ്റെ ഓർമ്മയിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ബ്രാൻഡ് ന്യൂ ആണ്. അതാണ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, അവൻ പഴയത് കഴിഞ്ഞുപോയി, അവൻ സകലതും പുതുതായി. ഇതിനൊക്കെ കാരണഭൂതനാരാണ്? കർത്താവാണ്. അപ്പോൾ അതിനകത്ത് പഴയതായിട്ടൊന്നുമില്ല. നമ്മളെ പൂർണ്ണമായിട്ട് കഴുകി ശുദ്ധീകരിച്ച്, അവൻ നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രാൻഡ് ന്യൂ ആയിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കണം. പിശാച് പറയുമ്പോൾ നമ്മൾ അതിനോട് ദൈവവചനത്തിലൂടെ ജയിക്കണം. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി, ഒരു പാപം പോലും വിടാതെ യേശുവിൻ്റെ രക്തത്താൽ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുക ചെയ്തിരിക്കുന്നത്. 1 യോഹന്നാൻ 1:9 തന്നെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അപ്പം വേദപുസ്തകം നമ്മളോട് കൃത്യമായിട്ട് പറയുന്നു, ശക്തമായിട്ട് പറയുന്നു, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു. അപ്പോൾ പാപങ്ങൾ പറഞ്ഞുകൊണ്ട് പിശാച് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പറയണം, നോ, യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ പഴയ കാലത്ത് ആ പരാജയം വന്നതുകൊണ്ട് ഇനിയും പരാജയം വരും, ഇല്ല, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി, എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ബീജം വന്നു, DNA ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ DNA ആയി എൻ്റെ അകത്തുള്ളത്, തോൽവിയുടെ DNA അല്ല എൻ്റെ അകത്തുള്ളതെന്ന് നമ്മൾ ധൈര്യത്തോടെ പറയാൻ പഠിക്കണം. അവിടെയാണ് ജയമെടുക്കുന്നത്. ഇന്നലെ ഞാനൊരു കഥ കേൾക്കുവാനിടയായി. ഒരിടത്ത് ഒരു അപ്പച്ചൻ്റെ മകൻ അപ്പച്ചന് കുറച്ച് താറാവുകളുണ്ട്. അപ്പോൾ അപ്പച്ചൻ്റെ മോൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തെറ്റാലി എടുത്ത് കല്ല് വെച്ച് തെറ്റാലി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു താറാവിൻ്റെ തലയ്ക്ക് കൊണ്ട് താറാവ് ചത്തുപോയി കഴിഞ്ഞപ്പോൾ ആരും കണ്ടില്ല, ഇവൻ മാത്രമേ കണ്ടുള്ളൂ. അവിടുത്തെ ജോലിക്കാരെയും കണ്ടു. അപ്പോൾ ജോലിക്കാരി പറഞ്ഞു, ഇത് ആരോടും പറയത്തില്ല എന്ന് പറഞ്ഞ് താറാവിനെ എടുത്ത് മാറ്റി. എന്നിട്ട് ഇവനെ കൊണ്ട് ജോലിക്കാർ വീട്ടിലെ പണിയെല്ലാം ചെയ്യിപ്പിക്കും. എന്തെങ്കിലും അവൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോലിക്കാർ പറയും, നീ താറാവിനെ തെറ്റാലി കൊണ്ട് അടിച്ചു കൊന്നത് ഞാൻ നിൻ്റെ
അപ്പച്ചനോട് പറയും, അപ്പച്ചൻ നിന്നെ ഉപദ്രവിക്കുമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ട് പേടിച്ച് ഇവൻ വീട്ടിലെ പണി ചെയ്യുക, വെള്ളം കോരാൻ പോവുക, വീട് കഴുകുക. അപ്പം ജോലിക്കാർ ചെയ്യേണ്ട പണികളെല്ലാം ഇവനെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കും. അവസാനം ഇവനെ സഹി കെട്ടിട്ട് ഒരു ദിവസം അപ്പച്ചൻ വീട്ടിലോട്ട് കയറി വരുന്ന കണ്ടപ്പോൾ ഇവൻ ഓടി ചെന്ന് അപ്പച്ചനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനെ കരയുന്നു? ഉടനെ പറഞ്ഞു, അപ്പച്ച എനിക്കൊരു കയ്യബദ്ധം പറ്റി, ഞാൻ ആ തെറ്റാലി കൊണ്ട് എത്തിയപ്പം നേരെ ഒരു താറാവിൻ്റെ തലയ്ക്കായി എന്നുകൊണ്ട് ഈ താറാവ് ചത്തുപോയി. കാരണം അപ്പച്ചൻ പറഞ്ഞു, അത് സാരമില്ലല്ലോ, നമുക്ക് വേറെ ഒത്തിരി താറാവുണ്ടല്ലോ, നീ അതിനെക്കുറിച്ച് വിചാരപ്പെടണമെന്ന് പറഞ്ഞു. അതോടെ ആ പ്രശ്നം അപ്പച്ചൻ്റെ ഭാഗത്തു നിന്നുള്ളത് സോൾവായി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഇതൊന്നും അറിയാതെ ജോലിക്കാർ വീണ്ടും അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന പണി ചെയ്യ്, അല്ലെങ്കിൽ ഇപ്പം അപ്പച്ചനോട് പറയും. ഇവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ന് അപ്പച്ചനോട് അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. അവരറിഞ്ഞില്ല അപ്പച്ചനും ഇവനോട് നിരപ്പ് പ്രാപിച്ച വിവരം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളും യേശുക്രിസ്തു മുഖാന്തരം പിതാവുമായി നമ്മൾ നിരപ്പ് പ്രാപിച്ചവരാ. നമ്മുടെ പാപങ്ങളെ സകലതും ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അവിടുന്ന് നീക്കപ്പെട്ടിരിക്കുന്ന. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ആ ഒരു ഉറപ്പും ആ ഒരു ബോധ്യവും വേണം, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും പിശാചിന് എൻ്റെ പഴയകാല പാപങ്ങൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മൾ ജയാളികളായിത്തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ പറയണം, യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. ഇന്ന് ഞാൻ പാപത്തിൻ്റെ കീഴിലല്ല, ദൈവിക നീതിയുടെ കീഴിലല്ല. അതുകൊണ്ട് പഴയകാലം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ധൈര്യത്തോടെ പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താലുള്ള ആ പാപമോചനം ലഭിച്ച ദൈവമക്കൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ച്, അത് അംഗീകരിച്ച്, അതിൽ വിശ്വസിച്ച് ജീവിക്കുക, പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ ആമേൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മളെ വർദ്ധിച്ച് പെരുകുവാൻ ഇടവരുമാറാകട്ടെ. ആമേൻ. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.